നമ്മൾ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് നമ്മൾ കണ്ണൂർ ചാല ഭഗവതി ക്ഷേത്രത്തിലാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള വൈറലായിട്ടുള്ള ഈ ഒരു അമ്പലം കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ കുറച്ച് നമ്മൾ അമ്പലത്തിൻ്റെ അകത്തുണ്ട്, അതേപോലെ തന്നെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള കോളം നമ്മൾ തൊട്ട് ബാക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പം അതിൻ്റെ കൂടെ ഒരു ഡ്രോൺ ഷോട്ടും കൂടിയുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് അഭിപ്രായം പറയണേ. താങ്ക് യു. അപ്പോൾ കണ്ണൂർ ഭാഗത്ത് നമ്മൾ വരികയാണെങ്കിൽ കണ്ണൂർ കൂത്തുപറമ്പ് റൂട്ടിൽ ഏകദേശം 9 കിലോമീറ്റർ ആണ് ഇവിടേക്കുള്ള ദൂരം. അപ്പം മെയിൻ റോഡിൽ നമുക്ക് ചാല ജംഗ്ഷനിൽ തന്നെ റൈറ്റ് സൈഡിലായിട്ട് കാണാൻ പറ്റും ബോർഡ് വലത് ഭാഗത്ത്. അപ്പോൾ അകത്തോട്ട് വരുന്ന സമയത്ത് ഇവിടെ പാർക്കിംഗ് കുറച്ച് വളരെ ചെറിയൊരു സ്ഥലം മാത്രമേ ഉള്ളൂ. അപ്പം അതിനനുസരിച്ചിട്ട് നിങ്ങൾ വണ്ടി റോഡ് സൈഡിൽ പാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ അകത്തോട്ട് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് പാർക്ക് ചെയ്യുക. അപ്പോൾ കയറി വരുമ്പോൾ നമുക്ക് ഇവിടെയാണ് മെയിനായിട്ടുള്ള എൻട്രൻസ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇടത് ഭാഗത്ത് നമ്മളുടെ ഓഫീസും ഇതൊക്കെ കാണാൻ പറ്റും. അപ്പം ഡീറ്റെയിൽ ആയിട്ടുള്ള ഇവിടുത്തെ പ്രാർത്ഥനകൾ, അതേപോലെ തന്നെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഇവിടെ ഓഫീസിൽ അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. അവിടെ തന്നെ ഡീറ്റെയിൽ ആയിട്ടൊരു ബോർഡും കൂടിയുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് വലത് ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഓഫീസിൻ്റെ വലത് ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു കൂത്തമ്പലം കാണാൻ പറ്റും. അപ്പോൾ കൂത്തമ്പലം അതേപോലെ തന്നെ നമുക്ക് ഒന്ന് പ്രദക്ഷിണമായിട്ട് പോയിട്ടൊന്ന് ബാക്കി സൈഡൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അതിനുശേഷം നമുക്ക് പുറത്തോട്ട് പോവാം. അപ്പോൾ ഒരു പ്രത്യേക കാര്യം എടുത്തു വരാൻ വേണ്ടി ഞാൻ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ഓഫീസിലെ ആൾക്കാരും അതേപോലെ തന്നെ അമ്പലത്തിലെ മറ്റുള്ള ജീവനക്കാരും എല്ലാവരും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വളരെ സപ്പോർട്ടീവായിരുന്നു. അപ്പോൾ സാധാരണ രീതിയിൽ മറ്റുള്ള ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ ഒരുപാട് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ ഞാൻ ആദ്യം ചോദിച്ചപ്പോൾ തന്നെ അവർ വളരെ രീതിയിലുള്ള സപ്പോർട്ടായിരുന്നു. അതേപോലെ തന്നെ കാര്യങ്ങൾ പറഞ്ഞു തരാനും എല്ലാത്തിനും നല്ല സപ്പോർട്ടായിരുന്നു.
അപ്പോൾ ഇവിടെ മെയിനായിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് ഫേമസ് ആയിരുന്നു ഞാൻ മുമ്പ് പറഞ്ഞ പോലെ. പക്ഷേ ഇവിടെ കാര്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു മെയിൻ പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ ഈ കുളം കണ്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാവും, കുറച്ച് പായലും ഒക്കെ പിടിച്ചിട്ട് ഇപ്പോൾ അധികം ആൾക്കാർ യൂസ് ചെയ്യാത്ത പോലെയാണുള്ളത്. മഴക്കാലത്ത് കുറച്ചും കൂടി എന്താ പറയുക വെള്ളം ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ കുറച്ചും കൂടി അല്ല നന്നായിട്ട് ക്ലിയർ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ എല്ലാവരും കുളിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ കാണുന്ന സമയത്ത് നമുക്ക് ഏകദേശം കണ്ടാൽ മനസ്സിലാവും ഒരുപാട് പായലും ഇതൊക്കെ കെട്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു എന്താ പറയുക നീന്താനൊന്നും പറ്റാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ കുറച്ച് മുമ്പ് നല്ല മഴയുള്ള സമയത്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഇപ്പോഴും കാണാൻ ഭംഗിയുണ്ട്, പക്ഷേ കുറച്ചും കൂടി വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഇഷ്ടങ്ങളും സ്നേഹങ്ങളും ലൈക്കായിട്ടും കമൻറ്റായിട്ടും താഴത്ത് പറയുക. അപ്പം എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.